സംഗീതോപകരണങ്ങളിൽ കൈകാര്യം ചെയ്യാൻ ഏറ്റവും പ്രയാസമേറിയ ഉപകരണങ്ങളിൽ ഒന്നാണ് വയലിൻ. അതുകൊണ്ട് തന്നെ വയലിൻ വായിക്കുന്നത് കാണാനും വായിക്കുന്നവരും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ വയലിൻ നെഞ്ചോട് ചേർത്ത നാട്ടിലും ഇവിടെയുമൊക്കെയായി നമ്മുടെ പ്രിയപ്പെട്ടതായി മാറിയ ഒരാൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ വയലിൻ അഭ്യസിക്കുകയും വലിയൊരു കലാകാരനായി മാറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു ഇദ്ദേഹം. തന്റെ സുഹൃത്തും തബലവാദകനുമായ തങ്കച്ചൻ എന്നയാളോടൊപ്പം ചേർന്ന് അംബരീഷൻ മാസ്റ്റർ എന്ന നാടകാചാര്യന്റെ രക്തപുഷ്പാഞ്ജലി എന്ന നാടകത്തിന് പശ്ചാത്തല സംഗീതം വായിച്ച് കരിയർ തുടങ്ങി. ആദ്യ നാളുകളിൽ കൂടുതലും നാടകങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അദ്ദേഹം കൊച്ചിൻ തരംഗിണി എന്ന ഗ്രൂപ്പിലേക്ക് ചേരുന്നു. പിന്നെ അദ്ദേഹം കാതികൻ, മണിലാൽ, സംഗീത ട്രൂപ്പ് നടത്തിയിരുന്ന ശശി എന്നിവരുടെയൊക്കെ കൂടെ പ്രോഗ്രാമുകളിൽ സജീവമായി. അങ്ങനെ സംഗീത സംവിധായകരായ ബേർണി ഇഗ്നീഷ്യസിന്റെ മെലഡീസ് എന്ന ഗ്രൂപ്പിൽ എത്തിയതോടെ കേരളത്തിലെ തന്നെ പ്രഗത്ഭനായ ഒരു വയലിനിസ്റ്റായി മാറുകയായിരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാബു സേവ്യർ എന്ന കലാകാരൻ. ബേർണി എന്ന സംഗീത സംവിധായകൻ അദ്ദേഹത്തെ സിനിമാ റെക്കോർഡിംഗുകളിലും പ്രോഗ്രാമുകളിലുമൊക്കെ അവസരങ്ങൾ നൽകി. അങ്ങനെ തരംഗിണി പോലുള്ള പ്രശസ്ത റെക്കോർഡ് ലേബലുകളിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തു. പ്രഗത്ഭ സംഗീത സംവിധായകരായ രവീന്ദ്രൻ മാസ്റ്റർ, ജേഴ്സൺ ആന്റണി, ജോൺസൺ മാസ്റ്റർ ഇവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ച സാബു സേവ്യർ ബിജു നാരായണന്റെ സംഗീത ഗ്രൂപ്പിലെ സോളോ വയലിനിസ്റ്റ് കൂടിയായിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട KJ യേശുദാസ്, MG ശ്രീകുമാർ, KS ചിത്ര, സുജാത മോഹൻ, ഉണ്ണിമേനൻ, G വേണുഗോപാൽ, മിൻമിനി എന്നിങ്ങനെ പ്രശസ്തരായ എല്ലാ ഗായകരുടെയും പരിപാടികൾക്ക് അദ്ദേഹം തന്റെ വയലിൻ വായിക്കുകയുണ്ടായി. കേരളത്തിലെ പ്രശസ്ത സ്ട്രിംഗ് ഓർക്കസ്ട്രൽ ഗ്രൂപ്പായ കൊച്ചിൻ സ്ട്രിംഗ്സിലെ സീനിയർ ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ഖത്തറിലെ ആർമി ബാൻഡിൽ വയലിനിസ്റ്റായി ജോലി ചെയ്യുന്ന സാബു സേവ്യറിന് തന്റെ പ്രിയതമ സീന, മക്കളായ ലിയോ, മേരിലിസ് എന്നിവരുടെ പിന്തുണയും വലുതാണ്. ഖത്തറിലെ പരിപാടികളിൽ നിറസാന്നിധ്യവും ഒരുപാട് പേരെ വയലിൻ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന ദോഹയിലെ റിതം ഓർക്കസ്ട്രയുടെ പ്രധാന ആർട്ടിസ്റ്റുമാരിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട സാബു സേവ്യറിന്, നമ്മുടെ സാബു ചേട്ടന് സ്നേഹാദരങ്ങൾ.